Hello dears, welcome back to Zala Learning. Agila Miss ആണ്. അപ്പോൾ ദാ നമ്മുടെ 6th CBSE പുതിയ സിലബസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടുള്ള ആളുകൾക്ക് അറിയാം നമ്മുടെ സയൻസിൽ നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മെറ്റീരിയൽസ് അറൗണ്ട് us ആണ് അല്ലേ? മെറ്റീരിയൽസ് അറൗണ്ട് us. നമുക്കറിയാം നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽസ് മക്കൾക്ക് കാണാൻ പറ്റും അല്ലേ? ഈ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ചില പ്രോപ്പർട്ടീസും ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. സോ ഇതാ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതേ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കുന്ന ആളുകളാണ് അല്ലേ? അപ്പോൾ ഒളിച്ച് കളിക്കുന്ന സമയത്ത് നമ്മൾ ഒളിക്കാൻ വേണ്ടി പല സ്ഥലത്തും കയറി ഇരിക്കാറുണ്ട്. ഇവിടെ നോക്കിയേ, ഒരാൾ ഇതേ ഷെൽഫിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ ഒരാൾ എന്ത് ചെയ്യാണ്? ഷെൽഫിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ കയറിയിരുന്ന ഒരാളെ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? ഡോറൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വുഡ് കൊണ്ടുള്ള ഒരു ഷെൽഫാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു മോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ടേബിളിൻ്റെ അടിയിൽ പോയിട്ട് അവളെ ആരും കാണില്ല എന്ന് വിചാരിച്ച് ഒളിച്ചിരിക്കുകയാണ് അല്ലേ? പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അവളെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് ചില വസ്തുക്കളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് കാണാൻ പറ്റും. എന്നാൽ ചില വസ്തുക്കളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചില മെറ്റീരിയൽസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടണമെന്നില്ല. എന്നാൽ ചില വസ്തുക്കളെ നമുക്ക് ഒട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പുറത്ത് നടക്കുന്നത് എന്താണെന്നുള്ളത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. മൂന്നായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ആദ്യത്തേതെന്ന് പറയുന്നത് ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് ആണ്. ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്താണ്? ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ നമ്മുടെ ഒക്കെ വീട്ടിൽ വിൻഡോസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ വിൻഡോസിൻ്റെ ഗ്ലാസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, മെജോറിറ്റിയും എന്താണ്? നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന കാഴ്ച അല്ലെ, അപ്പുറത്തെ സൈഡിലുള്ള എന്താണ് വ്യൂ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതാ ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് തിങ്സ് ക്യാൻ ബി സീൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അപ്പുറത്തുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്ത്? ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലാസ് ആലോചിക്കാം. അപ്പോൾ ഗ്ലാസ്സിലൂടെ നമുക്ക് കൃത്യമായിട്ട് അപ്പുറത്തുള്ളത് അല്ലേ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് എന്താണ്? ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് ആണ്. ഗ്ലാസ് തന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലേ? ഇവിടെ ഇതാ ഈ കാണുന്ന പിക്ചറിലേക്ക് നിങ്ങൾ നോക്കിയേ, അപ്പുറത്തുള്ള ട്രീസും അപ്പുറത്തുള്ള ഗ്രാസും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇതാ ഈ ടൈപ്പ് ഒബ്ജക്റ്റിനെ, ഈ ടൈപ്പ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഒപാക്ക് ഒബ്ജക്റ്റ് അല്ലേ? എന്താണ് ഒപാക്ക് ഒബ്ജക്റ്റ്? എന്താണ് ഒപാക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയ ഒരു ഡോർ ഉണ്ട് അല്ലേ? അപ്പുറത്തെ ഡോറിന്റെ സൈഡിൽ, അതായത് ഡോറിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അയാൾ ആരാണെന്ന് പുറത്ത് നോക്കുന്ന ഒരാൾക്ക്, ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലും കാണാൻ പറ്റില്ല അല്ലേ? അതായത് ഈ വുഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പുറത്തുള്ള ആളെയോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള വ്യൂ ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ഒട്ടും നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ ഇതാ നമുക്ക് പറയാം ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് യു ആർ നോട്ട് ഏബിൾ ടു സീ അല്ലേ? നോട്ട് ഏബിൾ ടു സീ, ഒട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒപാക്ക് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ ഇതേ ഒരു കാർഡ്ബോർഡ് കണ്ടോ നിങ്ങൾ? കാർഡ്ബോർഡിൽ ഞാൻ ബുക്സ് ഒക്കെ ഇട്ട് അതൊക്കെ നന്നായിട്ട് കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കവർ ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ ബുക്സ് ആണെന്ന്? ഒരിക്കലും മനസ്സിലാവില്ല. അതെന്തുകൊണ്ടാണ്? കാർഡ്ബോർഡ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ അല്ലേ, ആ ഒരു ഒബ്ജക്റ്റ് എന്തായതുകൊണ്ടാണ്? ഈ പറയുന്ന ഒപാക്ക് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. സോ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ഒപാക്ക് ഒബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലുള്ളതിനെ കാണാൻ പറ്റുന്നത് അല്ലേ, നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് എന്ത്? ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ കൂടെ ത്രൂ വിച്ച് അല്ലേ, അതിൽ കൂടെ ഒരു ഒബ്ജക്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പുറത്തുള്ളതിനെ ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒപാക്ക് ഒബ്ജക്റ്റ് അല്ലേ? ഒപാക്ക് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരാളെ കൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്റ്റ് കേട്ടോ. ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്റ്റ്. എന്താ ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്റ്റിന്റെ പ്രത്യേകത? ആലോചിക്കാൻ നിങ്ങൾ, ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഒപാക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ അല്ലെ, ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് എന്ത്? നമ്മുടെ ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നുണ്ട്, എന്നാൽ നിങ്ങൾ കാണുന്നില്ലല്ലോ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് നമ്മൾ കാണുന്നില്ല അല്ലെ? അങ്ങനെയുള്ള ആളുകളാണ് ആര്? നമ്മുടെ ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാം ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് ഒബ്ജക്റ്റ് ക്യാൻ ബി സീൻ. ഒബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് നോട്ട് ക്ലിയർലി, ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. നമ്മളിതാ ഇങ്ങനത്തെ ഈ ഒരു ഗ്ലാസ് കണ്ടോ നിങ്ങൾ? ഈ ടൈപ്പ് ഗ്ലാസ് കണ്ടോ? ചില വിൻഡോസിൻ്റെ ഒക്കെ ഗ്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ഓഫീസിൻ്റെ ഒക്കെ ക്യാബിൻസ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ
ഫ്രോസ്റ്റഡ് ഗ്ലാസ് എന്നൊക്കെ പറയും. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ അകത്തൂടെ നിങ്ങൾ നോക്കി, ഇവിടെ ഇതേ ഒരു പ്ലാന്റ് ഉണ്ട് അല്ലെ, ഒരു ചെടിയുണ്ട്. ശരിക്കും ഇതിന്റെ അകത്തൂടെ നമ്മൾ കാണുന്നുണ്ട് അതിനെ, പക്ഷെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. സോ ആ ടൈപ്പ് മെറ്റീരിയൽസിനെ, ആ ടൈപ്പ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ 3 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്, ഒപാക് ഒബ്ജക്റ്റ് ആൻഡ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം അല്ലെ. ദേ ഇപ്പൊ പറഞ്ഞതിന്റെ സെയിം എന്താണ്? യെസ്, നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ, ദേ ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. സോ അത് ട്രാൻസ്പാരന്റ്. ഇതിൻ്റെ അകത്തൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ കാണുന്നില്ല അല്ലെ, പക്ഷെ എന്തൊക്കെയോ കാണുന്നുണ്ട്. സോ അത് ട്രാൻസ്ലൂസന്റ്. ഇവിടെ നമ്മൾ ഒന്നും കാണുന്നില്ല, അതെന്താണ്? ഒപാക് ഒബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പൊ ദ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. നമ്മൾ ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഗ്ലാസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഗ്ലാസിന്റെ ബോട്ടിൽസ്. അതിന്റെ പ്രത്യേകത എന്താ? അതിൻ്റെ അകത്തൂടെ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് എന്താന്ന് മനസ്സിലാവും അല്ലേ. അത് കാണുമ്പോഴാണ് നമുക്കൊക്കെ അത് വാങ്ങാനുള്ള ഒരു കൊതിയൊക്കെ വരുന്നത്. സോ അതൊരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ലെൻസ് ഒരു എക്സാമ്പിൾ ആണ്. വീട്ടിൽ അക്വേറിയം ഒക്കെ ഉള്ള ആളുകൾക്ക് അറിയാം, ഉള്ളിലുള്ള ആ ഫിഷിനെയൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഗ്ലാസ് എന്തായതുകൊണ്ടാണ്? ട്രാൻസ്പാരന്റ് ആയതുകൊണ്ടാണ്. ചില പ്ലാസ്റ്റിക് ഒക്കെ ക്ലിയർ ആയിട്ട് കാണുന്ന പ്ലാസ്റ്റിക്കുകളുണ്ട്, അതുപോലെ നമ്മുടെ വാട്ടർ ഉണ്ട്, ഒക്കെ എന്താണ്? ട്രാൻസ്പാരന്റ് ആണ് അല്ലേ. നല്ല പ്യുവർ വാട്ടറിന്റെ കാര്യമാണ് മിസ് പറഞ്ഞത്. ഇതൊക്കെ എന്താണ്? ട്രാൻസ്പാരന്റ് ആണ്. ഇനി ഇതേ ഒപാക് ഒബ്ജക്റ്റ് വളരെ ഈസി ആണ് അല്ലേ. ഇതായി കാണുന്ന ചെയർ, നമ്മൾ നേരത്തെ കണ്ട ടേബിൾ അല്ലേ, സ്റ്റീൽ ആണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാർഡ്ബോർഡ് ആണെങ്കിലും അതുപോലെ സ്റ്റോണിന്റെ വാൾ ആണെങ്കിലും കോയിൻസ്, ബുക്ക്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഒപാക് ഒബ്ജക്റ്റിന് എക്സാമ്പിൾസ് ആണ്. ഇനി ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റിന് എക്സാമ്പിൾസ് എന്ത് പറയാൻ പറ്റും നമുക്ക്? യെസ്, നമ്മുടെ ബട്ടർ പേപ്പർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ബട്ടർ പേപ്പർ എന്തിന് എക്സാമ്പിൾ ആണ്? ട്രാൻസ്ലൂസന്റ് ആണ്. അതുപോലെ ഈ കാണുന്ന ഷീറ്റുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്രോസ്റ്റഡ് ഗ്ലാസുകൾ വിൻഡോസിലും അതുപോലെ തന്നെ ചില ഓഫീസ് ക്യാബിൻസിലൊക്കെ കാണുന്നത് നമ്മൾ ചില സമയത്ത് നിങ്ങളൊക്കെ പോയിട്ടുണ്ട്, ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ഇങ്ങനത്തെ എന്താണ്? യെസ്, ഗ്ലാസുകൾ അല്ലേ. അതുപോലെ നമ്മുടെ സൺഗ്ലാസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റിന് എക്സാമ്പിൾസ് ആണ്. സോ ഇതാ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചിട്ടുള്ളത്. ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്, ഒപാക് ഒബ്ജക്റ്റ്, ഇനി ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന നമ്മുടെ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.